ആൺകുട്ടികളുടെ ലിംഗത്തിൽ കണ്ടുവരുന്ന രോഗാവസ്ഥ ഫിമോസിസ്. ആൺകുട്ടികളിലും പുരുഷന്മാരിലും മാത്രം കണ്ടുവരുന്ന ഒരു അപകടകരമായ രോഗാവസ്ഥ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർട്ട്. ലിംഗത്തിൻ്റെ അഗ്രഭാഗത്ത് നിന്നും അഗ്രചർമ്മം പിൻവലിക്കുകയോ പിന്നിലേക്ക് വലിക്കുകയോ ചെയ്യാത്ത ഒരു ആരോഗ്യ അവസ്ഥയാണ് ഫിമോസിസ്. പരിച്ഛേദന ചെയ്യാത്ത ആൺകുട്ടികളിൽ ഇറുകിയ അഗ്രചർമ്മം കാണുന്നത് വളരെ സാധാരണമാണ്. എന്നിരുന്നാലും ആൺകുട്ടികൾക്ക് 3 വയസ്സ് പ്രായമാകുമ്പോൾ ഈ പ്രശ്നം അവസാനിക്കുന്നു. ഫിമോസിസ് സ്വാഭാവികമായും സംഭവിക്കാം, അല്ലെങ്കിൽ പാടുകളുടെ ഫലമായിരിക്കാം. ആരോഗ്യസ്ഥിതി ശരിയായി മൂത്രമൊഴിക്കുന്നത് ബുദ്ധിമുട്ടാകുകയോ മറ്റു ചില ആരോഗ്യ ലക്ഷണങ്ങളിലേക്ക് നയിക്കുകയോ ചെയ്യുന്നില്ല എങ്കിൽ ഫിമോസിസ് ഉള്ള ആൺകുട്ടികൾക്ക് ചികിത്സ ആവശ്യമില്ല. എന്നിരുന്നാലും ആൺകുട്ടികൾ വളരുകയും അവസ്ഥ തുടരുകയും ചെയ്യുമ്പോൾ ഫിമോസിസ് ലക്ഷണങ്ങൾക്ക് ചികിത്സ ആവശ്യമായി വന്നേക്കാം. ഫിമോസിസ് എങ്ങനെ സംഭവിക്കുന്നു? ഫിമോസിസ് സ്വാഭാവികമായും സംഭവിക്കാം. ചർമ്മം ശരിയായി തയ്യാറാകുന്നതിന് മുമ്പ് ലിംഗത്തിൻ്റെ അഗ്രചർമ്മം ബലമായി പിൻവലിക്കുമ്പോഴും ഫിമോസിസ് അവസ്ഥ സംഭവിക്കാം. ഇത് ചർമ്മത്തിൻ്റെ അതിലോലമായ പാളിക്ക് കേടുപാടുകൾ വരുത്തുകയും പാടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുപോലെ പിന്നീട് ജീവിതത്തിൽ അഗ്രചർമ്മം പിൻവലിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണ്. ലിംഗത്തിൻ്റെയോ തലയിലോ അല്ലെങ്കിൽ ലിംഗത്തിൻ്റെ അഗ്രചർമ്മത്തിലോ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള അണുബാധയോ വീക്കമോ ആൺകുട്ടികളിലും പുരുഷന്മാരിലും ഫിമോസിസ് എന്ന അവസ്ഥയ്ക്ക് കാരണമാകാം. ബാലനിറ്റിസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു അവസ്ഥയെ ലിംഗത്തിൻ്റെ തലയുടെ വീക്കം എന്നാണ് വിവരിക്കുന്നത്. ഇത് ചിലപ്പോൾ ശുചിത്വമില്ലായ്മയുടെ ഫലമോ ലിംഗത്തിൻ്റെ അഗ്രചർമ്മത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള അണുബാധയോ ആകാം. ബാലനിറ്റിക്സ് എന്ന അവസ്ഥയുടെ വികാസത്തിന് കാരണമായേക്കാവുന്ന ഒരു പ്രധാന അണുബാധയെ ലൈക്കൺ സ്ക്ലിറോസിസ് എന്ന് വിളിക്കുന്നു. രോഗപ്രതിരോധ പ്രതികരണത്തിലെ ചില അസ്വാഭാവികതയോ ചില ഹോർമോൺ അസന്തുലിതാവസ്ഥയോ മൂലമുണ്ടാകുന്ന ഒരു ചർമ്മ അവസ്ഥ. ഇത്തരത്തിലുണ്ടാകുന്ന അണുബാധയുടെ ലക്ഷണങ്ങളിൽ ലിംഗത്തിൻ്റെ അഗ്രചർമ്മങ്ങളിൽ പാടുകളോ വെളുത്ത പാടുകളോ ഉൾപ്പെടാം. ചർമ്മം ചൊറിച്ചിൽ ഉണ്ടാകുകയും എളുപ്പത്തിൽ കീറുകയും ചെയ്യാം. ആർക്കാണ് ഫിമോസിസ് സാധ്യത? ആൺകുട്ടികൾക്കും പുരുഷന്മാർക്കും ഫിമോസിസ് എന്ന അവസ്ഥ ഉണ്ടാകുന്നതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. 3 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് സമാനമായ അവസ്ഥകൾ ഉണ്ടാകാം. അത് പ്രായത്തിനനുസരിച്ച് അപ്രത്യക്ഷമാകും. ഫിമോസിസിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഫിമോസിസ് എങ്ങനെയാണ് രോഗനിർണയം നടത്തുന്നത്? ഈ അവസ്ഥ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രധാന ഫിമോസിസ് ലക്ഷണങ്ങൾ 3 വയസ്സുള്ളപ്പോൾ ലിംഗത്തിൻ്റെ അഗ്രചർമ്മം പിൻവലിക്കാനുള്ള കഴിവില്ലായ്മ ഉൾപ്പെടുത്തുന്നു. ലിംഗത്തിൻ്റെ അഗ്രചർമ്മം കാലക്രമേണ അയവുള്ളതാണ്. എന്നിരുന്നാലും ചില ആൺകുട്ടികളിൽ ചർമ്മത്തിൻ്റെ മൊത്തത്തിലുള്ള അയവുള്ള പ്രക്രിയ കൂടുതൽ സമയം എടുത്തേക്കാം. ആൺകുട്ടികൾക്ക് 17 വയസ്സ് പ്രായമാകുമ്പോൾ അഗ്രചർമ്മം എളുപ്പത്തിൽ പിൻവലിക്കാൻ കഴിയണം. അങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത് ഫിമോസിസ് ലക്ഷണങ്ങളെ സൂചിപ്പിക്കാം. കൂടാതെ വേദന, ചൊറിച്ചിൽ, നീർവീക്കം, അഗ്രചർമ്മത്തിൻ്റെയോ ഗ്ലാൻസിൻ്റെയോ നിറത്തിലുണ്ടാകുന്ന മാറ്റം, ചില പാടുകൾ അല്ലെങ്കിൽ തിണർപ്പുകൾ തുടങ്ങിയവയാണ് ഇവയുടെ ലക്ഷണങ്ങൾ. ഇത്തരത്തിലുള്ള അനേകം അറിവുകൾ ഈ ചാനലിലുണ്ട്. കൂടുതൽ വീഡിയോകൾ കാണുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക. എത്നിക് ഹെൽത്ത് കോർട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.